ഒരാളെ നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ Yes. ഡോക്ടേഴ്സ് പറയണ കേട്ടിട്ടുണ്ട് ഇത്ര സമയത്തിനുള്ളിൽ എത്തിക്കണം അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ എത്തിച്ചാൽ പൂർണ്ണമായിട്ടും നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റും. Yes. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഒരു ഗോൾഡൻ അവർ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ടോ കാർഡിയോളജിയിൽ? തീർച്ചയായും. അതായത് ഒരാൾക്ക് നെഞ്ഞുവേദന വരുന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാം. ഒരു ECG എടുക്കുക, അത് ഹാർട്ട് അറ്റാക്ക് ആണോ ഇല്ലയെന്ന് തെളിയിക്കാം. ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 60 to 90 മിനിറ്റ്സ്, ആ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് ആ ഡെഫിനറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ചികിത്സാ രീതി എടുക്കുക എന്നാണ് ഒരു ഹാർട്ട് അറ്റാക്ക് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആസ് ഏർലി ആസ് പോസിബിൾ എമർജൻസി ആയിട്ടുള്ള ലൈഫ് സേവിങ് ആൻജിയോപ്ലാസ്റ്റി പ്രൊസീജിയർ ആ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻറ്റിന് കിട്ടിയിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ ആ ഹാർട്ട് മസിലിന് ഡാമേജ് ഇല്ലാതെ നമുക്ക് അയാളെ തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇപ്പൊ പേഷ്യന്റിനെ നമ്മൾ സമയത്തിന് എത്തിച്ചു, ആംബുലൻസിൽ സമയത്തിന് എത്തിച്ചു, ഹോസ്പിറ്റലിൽ എത്തിയാൽ ഈ പറഞ്ഞ കുറെ ഡിലേകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാനായിട്ട് പറ്റും? വെരി കറക്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് അതായത് ഒരു ഹോസ്പിറ്റലില് ഇപ്പം ആൻജിയോപ്ലാസ്റ്റി എന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. പക്ഷേ ആസ് ഏർലി ആസ് പോസിബിൾ ഇപ്പൊ നമ്മളൊരു ടീം വർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ഫ്രം ദി സെക്യൂരിറ്റി ഗാർഡ്, ആംബുലൻസിൽ നിന്ന് ഇറങ്ങിയ സെക്യൂരിറ്റി ഗാർഡ് മുതൽ നമ്മളെ കാഷ്വാലിറ്റിയിലുള്ള ടെക്നീഷ്യൻസ്, നഴ്സസ്, നമ്മളെ കാത്ത് ലാബിലുള്ള ഒരു ടീം വർക്ക്, കറക്റ്റ് ആയിട്ടുള്ള ഓരോ സ്റ്റേജിൽ ഒരു ECG എടുക്കാൻ, ഒരു കാർഡിയോളജിസ്റ്റിനെ വിളിക്കാൻ, ഒരു കാർഡിയോളജിസ്റ്റിന്റെ സർവീസ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ കാത്ത് ലാബിലോട്ട് മാറ്റാനുള്ള ഡിലേസ്, ഇതാൽ ഓരോ സ്റ്റേജിലും നമുക്ക് ചിലപ്പം അര മണിക്കൂർ ഡിലേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്യാൻ യുവർ ഹോസ്പിറ്റൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോളും ടീം വർക്ക് ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. ആ ഒരു ഫെസിലിറ്റി ഉണ്ടാവുന്ന ഒരു സ്ഥാപനം ആയിക്കഴിഞ്ഞാൽ ടൈം ഇസ് മസിൽ എന്ന് പറയും. ഓരോ മിനിറ്റ് നമ്മൾ ലൂസ് ചെയ്യുന്നത് ഹാർട്ട് മസിൽ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ കാലിക്കറ്റ് മിംസിനെ അടുത്ത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഒരു അംഗീകാരം കിട്ടിയതായിട്ട് കേട്ടു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ മാനേജ്ഡ് ആയത് കൊണ്ടാണ്. അതെ വളരെ ഒരു സന്തോഷകരമായ ഒരു മൊമെന്റ് ആണ് ആക്ച്വലി. ഐ ആം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് ദാറ്റ് ആസ്റ്റർ മിംസ് കാലിക്കറ്റില് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ഒരു അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ സർട്ടിഫിക്കേഷൻ കിട്ടി ഫോർ ബീങ് എ ക്വാളിറ്റി ആൻഡ് കോംപ്രിഹെൻസീവ് ചെസ്റ്റ് പെയിൻ സെന്റർ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ക്വാളിറ്റി രീതിയിൽ ആൻഡ് ഫുൾ പ്രോട്ടോകോൾസ് പാലിച്ചുകൊണ്ട്, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ചികിത്സിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് എന്നുള്ളൊരു അംഗീകാരം ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടിയതാണ്. സോ ഈ പ്രോസസ്സസ് മീൻസ് ദാറ്റ് ഈ ഒരു വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾസ് ആണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ. അതായത് ആ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഇന്ന് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കും. കേരളത്തിൽ ആൻഡ് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ഈ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ക്വാളിറ്റി കെയർ നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് കിട്ടിയത്.